അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പതിവ് പോലെ ഒരു ടിപ്പാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്കായി കേബിൾ ടൈ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെ മുറിച്ച് കളയും. പക്ഷേ ഇതുപോലെയുള്ള വില കൂടിയ കേബിൾ ടൈസ് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് കമ്പനി തന്നെ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് പല ആൾക്കാർക്കും അറിയില്ല. അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. അറിയില്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാമ്പിളായിട്ട് ഇവിടെ കുറച്ച് കേബിൾ ടൈൽസ് നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നൊരു ക്ലിപ്പ് നമ്മളിവിടെ നൈഫാണ് യൂസ് ചെയ്യുന്നത്. ആ ക്ലിപ്പ് പതിയെ ആ ഗ്യാപ്പിൽ വെച്ചതിന് ശേഷം ഇടത് ഭാഗത്തോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പീസ് വെച്ചിട്ട് ജാമാക്കിയാലും മതി. ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ ഗ്യാപ്പിൽ വെക്കുക, വലിക്കുക. അത് ലോക്കിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ വരുന്ന ഓരോ ഗ്രിപ്പുകളും അവിടെ ഒരു ലോക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെറുതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ വില കൂടിയ കേബിൾ ടൈസ് അല്ലെങ്കിൽ നല്ല സൈസുള്ള കേബിൾ ടൈസൊക്കെ നമുക്ക് ഒരു 5-6 പ്രാവശ്യം റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെക്കുക. ഇതുപോലെ താഴത്തോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റുള്ള ആ ടൈ പതിയെ പതിയെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് അവിടെ ആ ലോക്കിൽ കറക്റ്റായിട്ട് ആ ഒരു ലോക്ക് താണു നിൽക്കണം. അവിടെ ചേർന്ന് നിന്നിട്ടാണ് ഉണ്ടാവുക. കേബിളിൻ്റെ ആ ഒരു ഗ്രിപ്പിന് ചേർന്ന് നിന്നിട്ടാണ് ഉണ്ടാവുക. അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് താണു നിൽക്കണം. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.